8ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് 8ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് 15 വയസ്സാകുമ്പോൾ ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം കുട്ടികൾക്ക് വയസ്സ് തികഞ്ഞാൽ പരീക്ഷ എഴുതാമല്ലോ. അങ്ങനെ കൊണ്ടുവന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിപ്പിക്കും. അവർക്ക് അതുവരെ കിട്ടേണ്ടുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, മറ്റ് ഭാഷാ പരിജ്ഞാനങ്ങളൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവരെ പാകപ്പെടുത്തിയെടുക്കും. അതുവരെ ഒരു ക്ലാസ്സുകളും ഇവർ പഠിച്ചിട്ടേ ഇല്ല. അതും നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് കേട്ടോ, അല്ലാതെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, കുട്ടികൾക്ക് കുറച്ച് വിവരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുമല്ല. മറ്റൊന്ന്, സംസ്ഥാനത്തെ മദ്രസ വിദ്യാഭ്യാസ ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മദ്രസ ദർസെ അലിയ എന്നാണ് പറയുക. (2023) UP-ൽ മാത്രം മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴില് 10നും +2-നും തത്തുല്യമായിട്ടുള്ള പരീക്ഷ എഴുതിയത് 1.69 ലക്ഷം വിദ്യാർത്ഥികളാണ്. മനസ്സിലായോ? അതായത് ഈ +2 വരെ നമ്മൾ പഠിക്കുമല്ലോ, അറബിയിൽ വേറെ എന്തെങ്കിലും പഠിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് പഠിക്കേണ്ടതെന്ന്. 10ാം ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നത് പോലെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് അതൊന്നും പഠിക്കണ്ട. ആ 6ാം നൂറ്റാണ്ടിലെ ആരെങ്കിലും എഴുതിയ കിതാബുകൾ കാണാപ്പാഠം പഠിച്ചാൽ അവർക്ക് 10ാം ക്ലാസ്സിന് തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, +2-വിന് തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഇന്ത്യയില് 20-ലധികം സംസ്ഥാനങ്ങളില് മദ്രസ ബോർഡുകൾ നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരുകളാണ് ഇത്തരം ബോർഡുകൾ നിയന്ത്രിക്കുന്നത്. മോനെ അതിനകത്ത് അധ്യാപകരുണ്ട്, മറ്റ് ജീവനക്കാരുണ്ട്. ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഈ ബോർഡുകളാണ്. ഹനീഫ മദ്രസയിലേ പോയിട്ടുള്ളൂ. മധുരം ലേശം ഇട്ടാൽ മതി കേട്ടോ, എന്താണെങ്കിലും ഇയാൾ പോകുകയല്ലേ. നീ ഇട്ടാൽ മതി. അപ്പോ നോക്കണം, ഇവര് മദ്രസ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇവര് തീരുമാനിക്കുന്നത്? ഇവര് തീരുമാനിക്കും. ഏതെങ്കിലും ഉസ്താദിന്റെ കൂടെ നിന്ന് ഉസ്താദിന്റെ കയ്യും കാലം തടവി കൊടുത്ത് അയാളുടെ തുണി കഴുകി കൊടുത്ത് വീടുകളിൽ നിന്ന് അയാൾക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന വിജ്ഞാനം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നിയമിക്കുന്നത് അധ്യാപകരായിട്ട്. ഇവര് കുട്ടികളെ പഠിപ്പിച്ചാൽ ഏത് രൂപത്തിൽ വിവരമുള്ള കുട്ടികളായി മാറുമെന്നറിയാമോ? അതാണ് ഇതിനു മുമ്പ് ഞാൻ കേൾപ്പിച്ച 2 ഓഡിയോ ക്ലിപ്പ്. 2 ഉമ്മമാരുടെ വേവലാതികളാണ്. ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അപ്പോ സംസ്ഥാന മദ്രസ ബോർഡുകൾക്ക് കീഴിലുള്ള മദ്രസ സ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് തത്തുല്യമാണ് എന്ന് ഏതാണ്ട് മനസ്സിലായില്ലേ? 1.69 ലക്ഷം വിദ്യാർത്ഥികൾ +2-വിനും 10ാം ക്ലാസിന്റെയും തത്തുല്യമായിട്ടുള്ള പരീക്ഷ എഴുതി വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭൗതിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല, പക്ഷേ സർട്ടിഫിക്കറ്റ് ഇതിന് തുല്യമായിട്ട് 6ാം നൂറ്റാണ്ടിന്റെ മതം പഠിച്ചപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നു. പറഞ്ഞുതരാം. മദ്രസ വിദ്യാർത്ഥികൾക്ക് മൗലവി പരീക്ഷയുണ്ട്, അത് 10ാം ക്ലാസ്സിന് തുല്യമാണ്. ഇനി +2 ആണെങ്കിൽ ആലിം കോഴ്സ് ഉണ്ട്, അത് +2-ന് തുല്യമാണ്. ഇനി കാമിൽ ഫാസിൽ എന്ന് പറയുന്ന കാമിൽ എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, ഫാസിൽ എന്ന് പറഞ്ഞാൽ MA ഡിഗ്രിയാണ്. ഈ യോഗ്യതകളൊക്കെയാണ് ലഭിക്കുന്നത്. നോക്കുമ്പോഴെന്താണ്, അവർ അറബിക് MA നമ്മൾ പ്രതീക്ഷിക്കും. ഇവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ രാജ്യത്തിന് ഗുണമുണ്ടാകും. ഇവർ പഠിച്ചിരിക്കുന്നത് 6ാം നൂറ്റാണ്ടിന്റെ പുസ്തകമാണ്. ഇവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ സന്നദ്ധ സംഘടനകളുടെ കീഴിലുള്ള മദ്രസ ദർസെ നിസാമിയിലെ വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം എന്താണെന്ന് അറിയാമോ? അറബി, ഉറുദു, പേർഷ്യൻ. എന്നാലോ മദ്രസ ദർസെ അലിയ എന്ന നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ പാഠ്യപദ്ധതിയാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവര് പിന്തുടരുന്ന വിദ്യാഭ്യാസത്തിൽ കണക്കുണ്ട്, സയൻസ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. ഇതൊക്കെ ഇവിടത്തെ നിർബന്ധിത വിഷയങ്ങളാണ്. ഹിന്ദു മുസ്ലിം മതഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള ഓപ്ഷണൽ വിഷയവും ഈ മദ്രസകളിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും കുറച്ചൊരു വിവരം കിട്ടിക്കോട്ടെ.
അംഗീകൃത മദ്രസകൾക്ക് സംസ്ഥാന സർക്കാരുകളാണ് ധനസഹായത്തിൽ ഭൂരിഭാഗം പങ്കും നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും അവർക്ക് ലഭിക്കും. അതേസമയം കേരളത്തിന്റെ ചിത്രം വ്യത്യസ്തമായതുകൊണ്ടാണ് മതസംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പിന്തുണയോടുകൂടി ഇവിടെ മദ്രസകൾ പ്രവർത്തിക്കുന്നത്. അവർ പറയുന്നുണ്ട്, അനധികൃതമായി പിന്തുടരുന്ന മദ്രസകൾക്ക് ഫണ്ട് കേരളം തരണ്ട, സംസ്ഥാന സർക്കാർ തരണം, ഞങ്ങൾ പിരിച്ചെടുത്തോളാം. എങ്ങനെ? കയറ് പിരിക്കുന്നത് പോലെ പിരിച്ചെടുത്തോളാമെന്ന്. അതിനാകുമ്പം കണക്ക് കൊടുക്കണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് ഒരു കണക്കും ആവശ്യമില്ല. രാജ്യത്തെ മദ്രസ ബോർഡുകൾ ഇല്ലാതാക്കണമെന്നും മദ്രസകൾക്ക് നൽകുന്ന സർക്കാർ ഫണ്ട് നിർത്തലാക്കണമെന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയില്ലേ? ഇതൊക്കെ അക്കമിട്ട് നിരത്തിയിട്ടായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് കുട്ടികളോട് ഈ രൂപത്തിൽ അവരുടെ ഭാവിയെ ബാധിക്കുന്ന ആത്മവഞ്ചന നടത്താൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടത് നല്ല രൂപത്തിൽ മൂല്യബോധമുള്ള വിദ്യാഭ്യാസമാണ്. കൊള്ളമതി മോനെ, ഡോറങ്ങടിച്ചേരെ. അപ്പോ സർക്കാർ സഹായം മുടങ്ങുന്നതിനോടൊപ്പം മദ്രസകൾ അടച്ചു പൂട്ടുക കൂടി ചെയ്താൽ മുസ്ലിം സമുദായത്തിന്റെ ഈ അപകടകരമായിട്ടുള്ള മതപഠനമില്ലാതാകും. മുമ്പ് കേന്ദ്രമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ മദ്രസകൾക്കെതിരെ രൂക്ഷമായിട്ടൊരു വിമർശനം നടത്തി വിവാദത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെയായിരുന്നു ബാലാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നത് മനസ്സിലാക്കണം. മദ്രസകൾ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് AK-47 റൈഫിലുകൾ നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് പണം ഉപയോഗിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്ന സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. അവർക്കെതിരെ ശക്തമായിട്ട് ഇവരങ്ങോട്ട് രംഗപ്രവേശം ചെയ്യുകയാണ്. അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. കാരണം ഇനി ഒരാളും ഇതേ രൂപത്തിൽ വിവാദ പ്രസ്താവനയുമായിട്ട് വരരുത്, നമ്മുടെ കള്ളം കണ്ടുപിടിക്കരുത്. ജനങ്ങൾ ബോധവാന്മാരാണെന്നേ, അവര് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നവരാണ്. അതുകൊണ്ട് ചില മദ്രസകൾ അവരുടെ വിദ്യാർത്ഥികൾക്ക് 10 മുതൽ 100 രൂപ വരെ ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്തതായി പറയപ്പെട്ടു. എന്നാൽ ഈ മദ്രസകളിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിലെ പല മോശം ആളുകളെയും വളർത്തുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ്. ഇന്ന് നമ്മൾ കണ്ടു, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ അഫ്ഗാനികളായിട്ടുള്ള ഒരു ഡോക്ടറും ഒരു നഴ്സും, ജൂതന്മാർക്ക് ഞങ്ങൾ ചികിത്സ നൽകില്ല, ഞങ്ങളോട് ചികിത്സയ്ക്ക് വന്ന ജൂതന്മാരെയൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ടത് നരകത്തിലേക്ക്. ഇന്നെന്ത് സംഭവിച്ചു? ഓസ്ട്രേലിയയിലെ ഒറ്റ ആശുപത്രിയിലും ഹിജാബ് ധരിച്ചവരോ മുറിയന്മാരായിട്ടുള്ള ആളുകളോ മുസ്ലിം നാമധാരികളോ പാടില്ല എന്ന് ഓസ്ട്രേലിയ ഒരു ഉത്തരവിറക്കി. ഇന്നിപ്പോൾ എല്ലാ മുറിയന്മാരെയും ജിഹാദി താത്താമാരെയും സൂക്ഷ്മ നിരീക്ഷണം വെച്ചിട്ട് പൊക്കിയെടുത്തോണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ സേവനം ഇനി ഈ രാജ്യത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം രാജ്യത്ത് മുറ്റത്തിറങ്ങി നിന്നൊന്ന് മുറ്റമടിക്കാനോ തുണി കഴുകാനോ പോലും സ്വാതന്ത്ര്യമില്ലാതിരിക്കെ വീട്ടിനകത്തുള്ള ജനലുകൾ വരെ എടുത്തു മാറ്റിയ സാഹചര്യത്തിൽ നോക്കണം, ഇവർക്ക് ഈ രാജ്യത്ത് വന്ന് വിദ്യ അഭ്യസിക്കാനും ഡോക്ടറാകാനും മുഖം മറയ്ക്കാതെ വീഡിയോ കോളിൽ വന്നൊരു യൂട്യൂബറുമായിട്ട് സംവദിക്കാനും സാഹചര്യം ഒരുക്കിയതാരാ? പഠിച്ച് ഡോക്ടറായി പണമുണ്ടാക്കാൻ, ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ, സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിൽ നിൽക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജ്യത്ത് നിന്നിട്ട് ഇവർ പറയുന്നു ജൂതന്മാരെ ഇല്ലാതാക്കുമെന്ന്. ജൂതനുണ്ടാക്കിയ മീഡിയ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് ആ രാജ്യത്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ച ആളുകൾ കൂടി കിട്ടും. നോക്കണം, ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശം സാഹചര്യങ്ങളിലുള്ള ആളുകളെ, റാഷിദ് അബ്ദുള്ളമാരെ കുംഭമേളയ്ക്ക് നിങ്ങൾ പോയി പൊട്ടിത്തെറിക്കണമെന്ന് പറഞ്ഞ, ഒരു ട്രക്ക് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ, തീവണ്ടി പാളം തെറ്റിക്കണം എന്ന് പറഞ്ഞ,
ഈ രാജ്യത്ത് കുഫാറുകളെ, കാഫിറുകളെ, അമുസ്ലിങ്ങളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ റാഷിദ് അബ്ദുള്ളമാർ ഈ മദ്രസകളുടെ പ്രോഡക്റ്റുകളാണ്. എന്നിട്ടും സർക്കാർ ഈ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നു. പുതിയ സാങ്കേതിക വിദ്യകളും വിദ്യാഭ്യാസ പരിപാടികളും വികസിപ്പിക്കുന്നതിന്റെ മറവിലാണ് മദ്രസകൾക്ക് ഫണ്ട് നൽകുന്നത് എന്നും മന്ത്രി ആരോപിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ബാലാവകാശ കമ്മീഷനും ഇതേ അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. രാജ്യത്തെ ചില മദ്രസകൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യ വിരുദ്ധവും ഇസ്ലാം അനുകൂലവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സുപ്രീം കോടതിയെയാണ് അറിയിച്ചത്. ഇതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എന്നിട്ടാണ് മദ്രസ അധ്യാപകർക്ക് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും വാരിക്കോരി ധനസഹായം നൽകുന്നത്. പിണറായി സർക്കാരിന് സമയം നല്ലതല്ലെന്നും നീർക്കോലി കടിച്ചാലും വിഷമാണെന്നും മറക്കാതിരിക്കുക എന്ന ക്യാപ്ഷനോടുകൂടിയാണ് പലരും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിവരങ്ങളുമെല്ലാം, അതായത് അച്ഛന്മാരെയും പറ്റിച്ച്, പൂജാരിമാരെയും പറ്റിച്ച്, ഇവരാരുടെ ഖജനാവാണ് വീർപ്പിക്കുന്നതെന്നും ആരെയാണ് വളർത്തിക്കൊണ്ടുവരുന്നതെന്നും ഒന്ന് ചിന്തിക്കുക. മനസ്സിലായോ? ലക്ഷക്കണക്കിന് പണമാണ് മദ്രസകൾക്കു വേണ്ടി ഇവർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത്. മദ്രസകളിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന യാഥാർത്ഥ്യം നമുക്കിതിന് മുമ്പ് തന്നെ അറിയുന്നതാണ്. അതിനുവേണ്ടി സർക്കാർ വക ഫണ്ടുകൾ കൂടി ചെലവാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയല്ലാതെ, അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുകയല്ലാതെ പ്രത്യേകിച്ച് വേറെ വഴിയൊന്നുമില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അനീതിയോട് സമരസപ്പെടാതെ നമുക്കതിനെ എതിർക്കാൻ സാധിക്കണം. അതാണല്ലോ നമ്മൾക്ക് ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും. ഞാനൊരു വീഡിയോ കൂടി കേൾപ്പിച്ചു തരാം. മദ്രസകളിൽ നമ്മുടെ കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന് നോക്കിക്കോ. കേരളത്തിൽ മദ്രസ പീഡനത്തെ കുറിച്ചുള്ള വാർത്തകൾ അത് അസ്വാഭാവികതയൊന്നുമില്ല. കാരണം നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ റെഗുലറായി തന്നെ മലയാളികൾ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. അതിനെ ജില്ലകളോ അല്ലെങ്കിൽ താലൂക്കുകളോ ഒന്നും പ്രശ്നമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ മദ്രസകളിൽ പീഡനം നടക്കുന്നു, മദ്രസകളിൽ കൊലപാതകം നടക്കുന്നു, മദ്രസകളിൽ ആത്മഹത്യ നടക്കുന്നു. ഇത്തരം വാർത്തകളെല്ലാം നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ കൊല്ലത്ത് നിന്നും ഷൊർണൂരിൽ നിന്നും 2 മദ്രസ അധ്യാപകരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 2 മദ്രസ അധ്യാപകരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ പേരിലാണ് പോക്സോ കേസിൽ പിടിയിലായിട്ടുള്ളത്. കൊല്ലത്ത് അവരുടെയൊക്കെ മുഖം നോക്കിക്കേ. ഇവര് പറയുന്നു പെണ്ണ് അവരുടെ ശരീരത്തിന്റെ വടിവുകൾ കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നഷ്ടപ്പെടാൻ പാടുള്ളതാണോ നിയന്ത്രണം? നാളെ പെങ്ങള് നിൽക്കുന്ന കണ്ടാലും പെങ്ങളുടെ ശരീരത്തിന്റെ വടിവ് കണ്ടാലും കയറി പിടിക്കണമെന്ന് തോന്നുമോ? മോളെ കൂടെ കിടത്തിയാൽ മോളെ കണ്ടാലും കയറി പിടിക്കണമെന്ന് തോന്നുമോ? അത് മാനസിക രോഗമാണ്, നല്ല ആട്ടേ കിട്ടാത്ത തകരാറാണ്. മദ്രസകളിൽ പൈതലുകൾ ആകെ മൂടിയല്ലേ വന്ന് കയറുന്നത്, കറുത്ത വസ്ത്രം ധരിച്ച്. ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഈ മാനസിക രോഗികൾക്ക്, ലൈംഗിക രോഗികൾക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്നത് മദ്രസകളിലാണല്ലോ. പറയണം, മദ്രസകളിൽ നടക്കുന്ന പീഡനത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഒരാളെയല്ല. കാസർഗോഡ് ഒരു ഉസ്താദ് ഇക്കഴിഞ്ഞ ദിവസം 17 കുട്ടികളുടെ പേരൻസ് ആണ് പരാതിയുമായി വന്നത്. 17 ആയിരിക്കുമോ? ഇനി 1700 ആണെങ്കിലും ഇവർ ഒതുക്കി തീർക്കും മദ്രസകൾക്കകത്ത്. കാരണം ഇസ്ലാം ഏറെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. അപ്പൊ ഇതുകൂടി അയ്യോ മുസ്ലിം വിരോധികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, സംഘികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ വലിയ വാർത്തയാക്കും. മുസ്ലിങ്ങൾക്കാണ് അതിന്റെ കേടുണ്ടാവുക. അതുകൊണ്ട് മുസ്ലിങ്ങളെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ ഭിത്തിയോടെ ചാരി നിർത്തി 2 കുമ്മാങ്കുത്തും കൊടുത്തിട്ട് ആറ്റ പറഞ്ഞിട്ട് വിടും. അവൻ അടുത്ത മദ്രസയിൽ പ്രൊമോഷനോടുകൂടി ചാർജ് എടുക്കും, സീനിയർ അധ്യാപകനായി.
മദ്രസകളിൽ കുട്ടികൾ സുരക്ഷിതരല്ലാത്തത് അവരുടെ വേഷം കൊണ്ടാണോ? അതോ ഈ ലൈംഗിക രോഗികളുടെ ഉദ്ധാരണം നിയന്ത്രിക്കാൻ സാധിക്കുന്ന കമ്മിറ്റിയോ നിയമമോ നമ്മുടെ രാജ്യത്തില്ലാത്തത് കൊണ്ടാണ്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മദ്രസ അധ്യാപകൻ കാട്ടുപുതുശ്ശേരി മുതിയക്കോണം സ്വദേശിയായ നവാസിനെയാണ് പോലീസ് പിടികൂടിയത്. മദ്രസയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ആണെങ്കിലും അതല്ലാത്തതാണെങ്കിലും മാധ്യമങ്ങളുള്ളത് കാക്കമാർക്ക. എത്ര പേര് ഈ വാർത്ത സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം എതിർഭാഗത്തുള്ളത് ഞമ്മന്റെ ആളുകളാണ്, ഞമ്മന്റെ മതത്തിനാണ് അതിന്റെ പ്രഹരമേൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്കിത് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, പൂർത്തിയാകാത്ത പെൺകുട്ടിയെ നവാസ് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ മാസം 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്ന് പോലീസ് പറയുന്നു. നവാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റൊരു സംഭവം നടന്നത് ഷൊർണൂരിലാണ്. ഷൊർണൂരിൽ അല്പം പഴയ കേസാണ്. പ്രതിയെ പിടികിട്ടിയത് അല്ലെങ്കിൽ ഈ കേസാകുന്നത് ഇപ്പോൾ മാത്രമാണ് എങ്കിൽ പോലും 2022 മുതൽ 2024 വരെ 2 വർഷം ഈ കുട്ടിയെ